ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ ബ്രൗണി. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ കിട്ടുന്നത്. ഞാൻ ഇവിടെ 1/2 kg വെയിറ്റ് വരുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബ്രൗണി ചെയ്തിട്ട് ഇതുവരെ സക്സസ് ആവാത്തവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായി ഒരു ബൗളിൽ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 120 ഗ്രാം ചോക്ലേറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. കപ്പളവിൽ പറയുകയാണെങ്കിൽ 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കട്ട് ചെയ്ത ചോക്ലേറ്റ് ആണുള്ളത്. ഞാനിവിടെ 60 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 60 ഗ്രാം മിൽക്ക് ചോക്ലേറ്റുമാണ് എടുത്തിരിക്കുന്നത്. ബട്ടറും ചോക്ലേറ്റും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവ രണ്ടും ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രത്തിന്റെ 1/4 ഭാഗം മാത്രം വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ചോക്ലേറ്റും ബട്ടറും ഇട്ട ബൗള് അതിന് മുകളിലായി വയ്ക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ താഴെ നിന്ന് ആവി മുകളിലോട്ട് വന്ന് വെള്ളത്തിന്റെ അംശം ചോക്ലേറ്റിലേക്കാവും. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവാതെ പോവും. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇപ്പോൾ ചോക്ലേറ്റും ബട്ടറും എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചൂടാറാനായി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഡ്രൈ ആയ ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പൗഡേർഡ് ഷുഗറും ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് അതിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. പക്ഷെ ബ്രൗണി ചെയ്യാൻ ബീറ്ററിന്റെ ഒരാവശ്യവുമില്ല, വിസ്ക് മാത്രം മതി. മുട്ടയും പഞ്ചസാരയും തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് ലാസ്റ്റ് കൈകൊണ്ട് തൊട്ടു നോക്കുമ്പോൾ പഞ്ചസാരയുടെ തരി ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മാത്രമേ ബ്രൗണി സക്സസ് ആയി കിട്ടുകയുള്ളൂ. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ബൗളിന് മുകളിൽ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു ചെറിയ പാക്കറ്റ് ഇൻസ്റ്റന്റ് കോഫി പൗഡറും ചേർത്ത് അരിച്ചെടുക്കുക. അതിനുശേഷം വിസ്ക് ഉപയോഗിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കേക്കിൽ നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുന്നത് 2 or 3 തവണകളായല്ലേ. എന്നാൽ ബ്രൗണിക്ക് അങ്ങനെയല്ല, എല്ലാ ഫ്ലോറും കൂടി ഒരുമിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചു പോലും ബ്രൗണി റെഡിയാക്കി എടുക്കാം. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയുടെ തരി ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ബ്രൗണി ചെയ്യുമ്പോൾ പൗഡേർഡ് ഷുഗർ എടുക്കുന്നതാണ് നല്ലത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ആയ ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടറിന്റെയും ചോക്ലേറ്റിന്റെയും മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് മിക്സ് നന്നായി തണുത്ത ശേഷം മാത്രമേ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഫൈനലായി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത നട്ട്സും ചെറുതായി കട്ട് ചെയ്ത ചോക്ലേറ്റ്സും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നട്ട്സിനും ചോക്ലേറ്റിനും അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല, അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇനി ബ്രൗണി ബേക്ക് ചെയ്യാനായി ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കുക. ഞാനിവിടെ 8 ഇഞ്ചിന്റെ സ്ക്വയർ ബേക്കിംഗ് ടിൻ എടുത്ത് അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് അതിനു മുകളിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ബ്രൗണി ബേക്ക് ചെയ്യാനായി വയ്ക്കാം. ഞാനിവിടെ ബ്രൗണി ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 180 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ 25 മിനിറ്റ്സ് ആണ് ഞാൻ ബ്രൗണി ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണ് ബ്രൗണി ബേക്ക് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ച അലുമിനിയം ചെമ്പിൽ ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ബ്രൗണി ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ബ്രൗണി നല്ല രീതിയിൽ ബേക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രൗണി സക്സസ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ടിന്നിൽ നിന്നും പുറത്തെടുത്ത് തണുക്കാനായി മാറ്റി വെക്കാം. ഇതാ നല്ല റിങ്കിൾ ടോപ്പോട് കൂടിയുള്ള ബ്രൗണി തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര എളുപ്പമാണ് ബ്രൗണി ചെയ്തെടുക്കാൻ. മാത്രമല്ല അത്രക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ബ്രൗണി. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ബ്രൗണി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കൂ. ഇനി ഇതിൽ നിന്ന് ഒരു ബ്രൗണി പീസ് എടുത്ത് അതിന്റെ ടെക്സ്ചർ ഒക്കെ നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളി ടെക്സ്ചർ തന്നെ ബ്രൗണിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.